ഹായ് നമസ്കാരം. നമ്മളുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങളുടെ പുതിയ വീഡിയോ ഒരു ചുരിദാർ ടോപ്പ് അടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ടോപ്പിൻ്റെ തുണി, ലൈനിങ്, സ്കെയില്, ആം ഹോൾ കർവ്, ചോക്ക്, കത്രിക, അങ്ങനെ വേണ്ട സാധനങ്ങൾ. ഇതാണ് നമ്മുടെ അളവ്. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഇതിലൊന്നും ഇടുന്നില്ല. ഇത് നമുക്കൊരു സാമ്പിൾ പോലെ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ ലൈനിങ് ആണ് വെട്ടുന്നത്. ഈ തുണി ഒരു പോളിസ്റ്റർ തുണിയാണ്, ക്രേപ്പല്ല. ഞാൻ ഇതിൻ്റെ മുകളിലുള്ള മെയിൻ തുണി നമുക്ക് ജോർജറ്റ് തുണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ കുറച്ച് കട്ടിയുള്ള ലൈനിങ് തുണിയിൽ വെട്ടാൻ പോണത്. ഇപ്പം 4 ആക്കി നമ്മൾ തുണി ഇട്ടിട്ടുണ്ട്. ലൈനിങ് തുണിയാണ് 4 ആക്കി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് 41 ആണ് നമുക്ക്. പക്ഷേ ഇതിൽ മാക്സിമം കിട്ടുന്നത് 39.5 ഇഞ്ചേ കിട്ടുന്നുള്ളൂ. നമുക്ക് ലൈനിങ് ആയതുകൊണ്ട് അത് മതി. മേൽഭാഗം നമ്മളൊന്ന് ക്ലിയർ ആക്കി എടുക്കുകയാണ്. അതിൻ്റെ അരികുവശം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഷോൾഡർ 6.25 ഇഞ്ചാണ് ഷോൾഡർ. അതാണ് ആ കുട്ടിയുടെ ഫുൾ ഷോൾഡർ. ഇതൊരു ബോട്ട് നെക്ക് പോലെ തയ്ക്കാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഫുൾ ഷോൾഡർ ഇട്ടേക്കുന്നത്. അതേ അളവ് തന്നെ നമ്മൾ 6.25 തന്നെ കൈക്കുഴിയായിട്ട് താഴേക്കും വരച്ചു. കറക്റ്റായിട്ട് അത് നമ്മളൊരു ചതുരമാക്കി വരയ്ക്കുകയാണ്. 6.25 ഇഞ്ച് തന്നെയാണ് ഷോൾഡറും, 6.25 ഇഞ്ച് തന്നെയാണ് കൈക്കുഴിയും വരയ്ക്കുന്നത്. അതിന് നമ്മളൊരു ചതുരമാക്കി. ഇനി അതിലേക്ക് 8 ഇഞ്ചാണ് ആ അളവ്. നെഞ്ച് വണ്ണം 8 ഇഞ്ചാണ്. നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് ആ കൈക്കുഴിയിലേക്കാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി നമ്മൾ ആ 6.25 പകുതി കണ്ടിട്ട് അതിലേക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ ആ 8 ഇഞ്ച് ചെസ്റ്റ് വണ്ണം 8 ഇഞ്ചും ആ ആം ഹോൾ കർവിൻ്റെ കർവ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കുകയാണ്. കൈക്കുഴീൻ്റെ പകുതിയാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. 6.25 പകുതി അടയാളപ്പെടുത്തിയാണ് ആ മേലെ കാണുന്ന ആ ചിഹ്നം. ഇനി നമ്മളവിടെ ആ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിട്ടു. ഇനി നമ്മൾ താഴേക്കുള്ള ഷേപ്പ് ഇറക്കമാണ്. ഷേപ്പ് ഇറക്കം നമുക്ക് 13 ആണ്. 1/2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പ് കൂട്ടി നമ്മൾ 13.5 അടയാളപ്പെടുത്തി. ഇനി സ്ലിറ്റ് ലെങ്ത് ആണ്, അത് 18 ആണ്. 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 18.5 ഇട്ടു. ഇനി നമ്മളുടെ ഷേപ്പിൻ്റെ അകലം എന്ന് വെച്ചാൽ വേസ്റ്റിൻ്റെ അളവ് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് 6.25 ആണ് ഇതിലുള്ള അളവ്. 6.25 കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർക്കുന്നു. രണ്ടാമത് ഞാൻ ഇടുന്ന അളവ് ആ തയ്യൽ തുമ്പാണ്, അതാരും മറന്നു പോകത്തിടാൻ. ഇനി നമ്മൾ സീറ്റ് ലെങ്ത് ആണ് ഇടുന്നത്. സീറ്റ് വിഡ്ത്താണ്. സീറ്റ് വിഡ്ത്ത് 33 ആണ്. അതിൻ്റെ 4/1 8.25 ആണ്. അപ്പോൾ നമ്മൾ ആ 8.25 അടയാളപ്പെടുത്തി. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി. ഇനി നമ്മൾ താഴെ, ഇതൊരു ചെറിയ കുട്ടിക്കാണ്, ഒരു 15 വയസ്സുള്ള ഒരു കുട്ടിക്കായതുകൊണ്ട് നമ്മൾ അധികം അധികം ഇടുന്നില്ല. അതുകൊണ്ട് നമ്മൾ സീറ്റ് വണ്ണത്തിനേക്കാളും 1/2 ഇഞ്ച് കൂടുതലേ ഇടുന്നുള്ളൂ. അപ്പോൾ 8.25 കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8.25, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. നമ്മൾ സീറ്റിൻ്റെ അവിടെ നമ്മൾ ആ 1.5 ഇഞ്ച് ഇട്ടെടുത്ത് നമ്മൾ 1 ഇഞ്ച് ആക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ലിറ്റ് മടക്കി അടിക്കണമെങ്കിൽ നമുക്ക് 1 ഇഞ്ച് മതി. നമ്മൾ ആദ്യം ഇപ്പം ഞാൻ അടയാളപ്പെടുത്തുന്നത് നമ്മൾ തയ്ക്കേണ്ട അളവാണ് നമ്മളിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. ഇനി രണ്ടാമത് അടയാളപ്പെടുത്തുന്നത് നമ്മൾ വെട്ടേണ്ട അളവാണ്. അപ്പോൾ അത് ആർക്കും മാറിപ്പോകരുത്. നമ്മൾ വെട്ടുന്ന അളവും തയ്ക്കുന്ന അളവുമാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. അല്ലെ, രണ്ടാമത് വരച്ചത് നമ്മൾ വെട്ടുന്ന അളവാണ്. ഇപ്പോൾ താഴേക്ക് ഇപ്പോൾ വരച്ചത് തയ്ക്കുന്നതും ഇത് വെട്ടുന്നതുമാണ്. ഇപ്പം നമ്മളുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളത് വെട്ടാൻ പോവാണ്. നമ്മളത് വെട്ടിയെടുക്കുക. ഇനി കൈക്കുഴി നമ്മളൊന്ന് അളന്ന് നോക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് കൈക്കുഴി അളവ് 6.5 ആണ്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ലൂസും കൂടി ഇട്ടിട്ടാണ് നമ്മൾ 7 ഇഞ്ച് നമ്മൾ കൈക്കുഴി ഇപ്പം ഞാൻ കാണിച്ചത്. ഇനി നമ്മളത് വെട്ടി മാറ്റുകയാണ്. അപ്പം നമ്മൾ ഇത് ഇപ്പോൾ ഒരു ആളുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് വെച്ചിട്ടാണ് ഇപ്പം നമ്മളിത് വെട്ടിയേക്കുന്നത്. ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ മാർക്കുകളും ഒന്ന് നമ്മൾ അടയാളം ഇടുകയാണ്. അന്നേരം നമുക്ക് പിന്നെ അത് രണ്ടാമത് ഇത് എവിടെയാണ് ഷേപ്പ് ലെങ്ത് ഒന്നും വേറെ എവിടെയും അളന്ന് നോക്കണ്ട. അപ്പോൾ അതൊരു വലിയ സൂചി വെച്ച് നമ്മൾ ആ തയ്ക്കേണ്ട നമ്മളുടെ കറക്റ്റ് അളവ് ഒന്ന് അടയാളപ്പെടുത്തിയാൽ ആ സൂചി വെച്ചൊന്ന് കുത്തിയൊരു അടയാളം പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 4 പീസിലും അടയാളം വരും. അപ്പം നമുക്ക് പിന്നെയും നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഇത് നോക്കി നമുക്ക് സമയം പോവില്ല. അപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പം തന്നെ നമുക്ക് അടയാളപ്പെടുത്തി അങ്ങ് തയ്ച്ചാൽ മതി. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴി കുഴിച്ചു വെട്ടുകയാണ്.
അപ്പോൾ അത് നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ തള്ളി അങ്ങോട്ട് വരച്ചിട്ട് അതിനെ ചരിച്ച് ഷോൾഡറിൽ നിന്ന് താഴേക്ക് നമ്മളൊന്ന് ചരിച്ചടയാളപ്പെടുത്തുക. എന്നിട്ട് അതേപോലെ ആംഹോൾ കർവ് വെച്ചിട്ട് നമ്മൾ അതൊന്ന് ഷേപ്പ് ചെയ്യുക. അത് മുൻവശത്തെ കൈക്കുഴി നമ്മൾ കുഴിച്ചു വിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ എഫ് എന്നിട്ടിരിക്കുന്നത് ഫ്രണ്ട് പീസാണ്. അതൊരിക്കലും മാറിപ്പോകരുത്. മാറിപ്പോയാൽ കൈക്കുഴി കയറിപ്പോകും. ബാക്കിലാണ് അത് വരുന്നതെങ്കിൽ കൈക്കുഴി മാറിപ്പോകും. അതിനാണ് നമ്മളവിടെ ഫ്രണ്ട് എന്നുള്ളത് ഇട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നല്ല തുണി എടുത്ത് വെക്കുന്നു. നല്ല തുണിയിൽ നമുക്ക് 41 ഇറക്കം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി നമ്മൾ 42.5 അടയാളപ്പെടുത്തി. അപ്പം 1.5 ഇഞ്ചാണ് നമ്മൾ താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും മേലെ 1/2 ഇഞ്ച് ഷോൾഡറിനും കൂടിയാണ് നമ്മൾ 1.5 ഇഞ്ച് ഇടുന്നത്. നമ്മളത് കറക്റ്റായിട്ട് അവിടെ വെച്ച് ലൈനിങ് വെച്ചിട്ട് പിൻ ചെയ്ത് വെട്ടുന്നത്. അത് എന്തുകൊണ്ടാണ് പിൻ ചെയ്യുന്നത് വെച്ചാൽ കോട്ടൺ അല്ലാത്തത് കൊണ്ടാണ്. ഇത് ഒഴുകി നടക്കുന്ന തുണി ആയതുകൊണ്ട് നമുക്കത് പിടിച്ചാൽ കിട്ടില്ല. അപ്പം നമ്മൾ പിൻ ചെയ്ത് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നീറ്റായിട്ട് വെട്ടിയെടുക്കാൻ പറ്റും. അതേപോലെ ഒരു ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ഒരു 1/4 ഇഞ്ചൊക്കെ വിട്ട് നമുക്ക് വെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നിപ്പോയാലും നമുക്ക് തുണി ഇല്ലാണ്ടാവില്ല. ലാസ്റ്റ് വരുമ്പോൾ നമുക്കത് അങ്ങോട്ട് ക്ലിയർ ചെയ്താൽ മതി. അപ്പം ഇനി കൈ വെട്ടാൻ പോവാണ്. കൈൻ്റെ അടിയിൽ നമ്മൾ ആദ്യം 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. അതെന്തിനാന്ന് വെച്ചാൽ കൈൻ്റെ അടിവശം മടക്കി അടിക്കാൻ. ഇത് ഫുൾ സ്ലീവാണ് എന്ന് വെച്ചാൽ 24 ഇഞ്ച് ഇറക്കമുള്ള ഫുള്ളായിട്ട് ഉള്ള കൈയാണ്. അപ്പോൾ 24 ഇഞ്ച് ഇറക്കവും 1/2 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി നമ്മൾ അതിനെ ഒരു ലൈൻ ഇട്ടിട്ട് നമ്മളിനി താഴേക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തും. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ കൈക്കുഴി വെട്ടാൻ വേണ്ടിയിട്ടാണ്. ആ 3 ഇഞ്ചിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇനി ആ ഷോൾഡറിൻ്റെ അറ്റത്ത് നിന്ന് നമുക്ക് 7 ഇഞ്ചാണ് കൈക്കുഴി. ആ 7 ഇഞ്ച് നമ്മൾ ഈ താഴത്തെ വരയിലേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു 2 ഇഞ്ച് അത് നമ്മളുടെ കയ്യിൽ ആ റൗണ്ട് ഷേപ്പ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നമ്മളാക്കി ഒരടയാളം ഇട്ടിട്ട് നമ്മൾ താഴേക്ക് ഷേപ്പ് ചെയ്യുക. എന്നിട്ട് അത് താഴെയും അതേപോലെ കൈ അടിയിൽ നമ്മൾ വേണ്ടത് 4 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വെച്ചിട്ട് നമ്മൾ രണ്ടും കൂടെ യോജിപ്പിക്കുക. ഇനി നമ്മൾ ആ ഷേപ്പ് ഇടുകയാണ്, കൈക്കുള്ള ഷേപ്പ് ഇടുകയാണ്. ആ ഷേപ്പും കൂടെ ഇട്ട് നമ്മളത് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് കയ്യുമായി. ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞു തരാം. അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും വെട്ടുന്നതും അതിൻ്റെ അളവെടുക്കുന്നതും എല്ലാം കറക്റ്റായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത് നമ്മൾ ക്യാൻവാസ് അടയാളപ്പെടുത്തുകയാണ്. 3 ഇഞ്ച് കഴുത്തിറക്കത്തിന് നമ്മൾ 3.5 ഇഞ്ച് ഇടണം. എന്ന് വെച്ചാൽ ഷോൾഡറും കൂടെ പിടിക്കാനാണ് ആ 3.5 ഇഞ്ച്. എന്നിട്ട് ആ 3ഉം 3.5യും 1 ഇഞ്ച് നമുക്ക് പടിയുമായിട്ടാണ് നമ്മൾ വെട്ടുന്നത്. ഇനി നമ്മൾ ഇതിലിടുന്ന കഴുത്തിൻ്റെ അകലം നമ്മൾ 4.25 ഇഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ അകലം കൊടുക്കണം. ആ 4.25 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനെ ഒരു ചതുരമായിട്ട് വരയ്ക്കുക. ആ ചതുരത്തിന് നമ്മൾ ആ ആംഹോൾ കർവ് തന്നെ വെച്ചിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഷേപ്പും വരയ്ക്കാം. അപ്പോൾ ഷേപ്പും വരച്ചിട്ട് നമ്മൾ അതിൽ ഒരു 3/4 ഇഞ്ച് വീതം നമ്മൾ തള്ളി അടയാളപ്പെടുത്തണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തുണിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ട പീസാണ്. അപ്പോൾ ആ കറക്റ്റ് 3/4 ഇഞ്ച് ആകുമ്പോൾ നമുക്കൊരു വൃത്തിയും ഉണ്ടാവും. ആ കഴുത്ത് നല്ല റൗണ്ടായിട്ട് നമുക്ക് ഹെമ്മിങ് ചെയ്യുമ്പോൾ അത് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കറക്റ്റ് ആ 3/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി നമ്മൾ മേലെ ഒരു പിന്ന് കുത്തിയിട്ട് നമ്മൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്ന് കുത്തിയില്ലെങ്കിൽ ചിലപ്പം വെട്ടുമ്പോൾ അത് തെന്നിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് പിന്ന് കുത്തിയിട്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ടത് വെട്ടിയെടുക്കുന്നത്. ഇനി നമ്മൾ മേലെ ഒരു പാലം പോലെ വെച്ചിട്ടാണ് നമ്മളത് വെട്ടുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കഴുത്ത് വെട്ടി നമ്മൾ തുണിയിൽ ഒട്ടിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം 4.25 എന്നുള്ള കഴുത്തകലം ചിലപ്പോൾ നമുക്ക് 5 ചിലപ്പോൾ അത് 3.25 അങ്ങനെയൊക്കെ കുറയാനും കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ മേലെ ഒരു പീസ് വയ്ക്കുന്നത്. എന്നിട്ട് ബാക്കിനൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് പിന്നെ അത് മാറിപ്പോകരുത്. ബാക്കും ഫ്രണ്ടും നമുക്ക് കഴുത്തിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മളത് എഴുതി വെച്ചാൽ നമുക്കത് മാറിപ്പോവില്ല. ഇനി ഞാൻ വെട്ടുന്ന അതേ അളവ് തന്നെയാണ്, പക്ഷേ ഒരു 1/2 ഇഞ്ചും കൂടെ കഴുത്തിറക്കം കൂടുതലുണ്ട്. അത് നമ്മൾ ബാക്ക് 3 ഇഞ്ച് വെച്ചപ്പം ഫ്രണ്ട് 3.5 ഇഞ്ച് വെക്കുന്നു. അത് ഇതേ ഷേപ്പ് തന്നെയാണ്. നമ്മൾ അതേപോലെ തന്നെ വെട്ടി അതേ അളവിൽ തന്നെ 3/4 ഇഞ്ച് പടിയും വെച്ചിട്ട് നമ്മൾ വെട്ടി നമ്മൾ കറക്റ്റായിട്ട് അത് വെട്ടുകയാണ്. ഇനി ഇതിൽ നമ്മളിത് ഒട്ടിച്ചെടുത്ത് ഇപ്പം ക്യാൻവാസിൻ്റെ ഒരു സൈഡ് നമുക്ക് പശയാണ്, ഒരു സൈഡ് നമുക്ക് നോർമലായിരിക്കും. അപ്പോൾ ആ പശയുള്ള വശം വേണം നമുക്ക് തുണിയിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളത് തുണിയിൽ ഒട്ടിക്കുകയാണ്. ഭയങ്കര ചൂടിലൊന്നും ഒട്ടിക്കരുത്, മീഡിയം ചൂടിലേ ഒട്ടിക്കാവുള്ളൂ. കാര്യം നമ്മൾ ഭയങ്കര ചൂടിലാണെങ്കിൽ അത് പെട്ടെന്ന് അത് ചുരുങ്ങിപ്പോവും. പിന്നെ നമ്മളത് തുണിയും വേസ്റ്റാവും. പിന്നെ
ഇതും വേസ്റ്റായി പോവും, ക്യാൻവാസും വേസ്റ്റായി പോവും. അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കി വേണം ഒട്ടിക്കാൻ. അത് ഒട്ടിച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ തയ്യലിൻ്റേത് നമ്മൾ അടുത്ത വീഡിയോ ആണ് ഇടുന്നത്. ഇത് പിന്നെ ഒരുപാട് കൂടുതലാവുകയാണ് നമ്മുടെ വീഡിയോ. അതുകൊണ്ടാണ് ഡീറ്റെയിലായിട്ട് ആർക്ക് എന്ത് ആണ് ഡീറ്റെയിലായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നെ കമൻറ്റ് ബോക്സിലിട്ടേക്ക് ഞാൻ ഡീറ്റെയിലായിട്ട് ഇതെങ്ങനെയാണെന്ന് എല്ലാം ഓരോന്ന് തനിച്ച് പറഞ്ഞു തരാം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇത് 4 ഇഞ്ചും കൂടെ വെട്ടി ഞാൻ എടുത്ത് വെക്കുകയാണ്. തയ്ക്കുന്ന വീഡിയോ അടുത്തതായിട്ട് വരുന്നതായിരിക്കും. തൊട്ടടുത്ത വീഡിയോ നമ്മളുടെ തയ്ക്കുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.